Hi guys, welcome to our new vlog. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? Calicut. അതെ guys, we are in Calicut. ഞങ്ങൾ കാലിക്കറ്റ് വന്നിരിക്കുകയാണ് and it is to announce our favorite thing of the year. Yes. OHF Flea Market Calicut. പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ പ്രിയ പറയും, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതിനു മുമ്പേ എനിക്ക് ഇത്തവണ ഭയങ്കര ഒരു സ്പെഷ്യൽ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചു തരാം. ഗൈസ്, എനിക്ക് ഇത്തവണ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ ഈ ഒരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത്, അല്ലേ? അതെ, എന്ത് വലുതായിട്ട്. അത് ഓരോ പ്രാവശ്യം നമ്മളിവിടെ എക്സിബിഷൻ നടത്തുമ്പോഴും അവര് ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ സർപ്രൈസ് ചെയ്യിക്കും. അത് സത്യമാണ്. ഞങ്ങൾ 3 years ആയി. ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ എല്ലാരും നമ്മളോട് സജസ്റ്റ് ചെയ്താണ് ഇവിടെ നടത്തണ്ടെന്നുള്ള രീതിയിൽ തന്നെ. AC ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഞങ്ങൾക്കും ആക്ച്വലി നടത്തിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. സെക്കൻഡ് ടൈം ആയപ്പോഴേക്കും അവര് AC കുറച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവര് ഇന്റീരിയേഴ്സ് ഞാൻ കാണിച്ചു തരാം. കാർപ്പറ്റ് ചെയ്തു, ഇവിടെ ടൈൽസ് ഇട്ടു. ആൻഡ് നൗ ഇത്തവണ നടത്താൻ വരുമ്പോഴേക്കും ഇതുപോലെ ഒരു അടിപൊളി ഇവിടെ ഏരിയ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഒരു ഐഡിയ പ്രകാരം ഇവിടെ കുറച്ച് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സും ഫുഡ് സ്റ്റോഴ്സ് ഒക്കെ ആയിട്ട് ഇവിടെ വെക്കാനാണ്. അതിനുള്ള ഇവരുടെ പെർമിഷൻ നോക്കണം. സോ എന്താണ് കണക്ഷനും എല്ലാം വേണമല്ലോ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സും ഫുഡ് സ്റ്റോഴ്സും കാണാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫുഡ് ബ്രാൻഡ്സ് എടുക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റും. കാരണം ഫുൾ ടൈൽസ് ആണ്, ആംപിൾ പാർക്കിംഗ് ആണ്. എന്നാലും എക്സൈറ്റഡ് ആയിപ്പോയി ഇത് കണ്ടപ്പോൾ. ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് അകത്തോട്ട് പറയാം. ഹോളെന്ത് അടിപൊളിയാ അല്ലേ? നേരത്തെ ഇവിടെ മാത്രമായിരുന്നു AC, ഇപ്പൊ ഈ സൈഡിലും വെച്ചു. ആൻഡ് മാത്രമല്ല അവിടെ ബാക്കിലും അവിടെയൊക്കെ ഫുൾ ലൈറ്റിംഗും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സീലിംഗും അതുമാതിരി അവർ ഫുൾ മാറ്റിയിട്ടുണ്ട്. ആകെ കൂടെ മിനുക്കി എടുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഫസ്റ്റ് വന്നതിന്റെ ഷോട്ട് ഞാൻ ഇവിടെ വെക്കാം, നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അന്നത്തെ ഹാളും ഇന്നത്തെ ഹാളിന്റെയും കണ്ടീഷൻ നിങ്ങൾ നോക്കേ. ഇനി ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമ്മൾ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത് വുമൺ ഓൺട്രപ്രനേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനാണ്. OHF ഫ്ലീ മാർക്കറ്റ് നമ്മൾ നടത്തുന്നത് ഓഗസ്റ്റ് 15th and 16th സാറ്റർഡേ സൺഡേ ആയിരിക്കും. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്യാനാണ് എല്ലാ വുമൺ ഓൺട്രപ്രനേഴ്സും. അതായത് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനുള്ളവരും തുടങ്ങിയവരും. എന്തൊക്കെ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സസ് ഉണ്ട്, സാരീസ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ഡീകോർ ഉണ്ട്, കിഡ്സ് ഐറ്റംസ് ഉണ്ട്, കിഡ്സ് ഔട്ട്ഫിറ്റ്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്. പിന്നെ എന്താണെങ്കിലും ഇപ്പം കോസ്മെറ്റിക്സ് ആണെങ്കിലും. പക്ഷെ ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള, ഞങ്ങൾ പലവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാണ്, മെയിൻ നമുക്ക് ഇതുപോലത്തെ ഇപ്പൊ ഒരു ഹോൾസെയിൽ ഡീലേഴ്സ് അല്ലെങ്കിൽ സർപ്ലസ് വെക്കുന്നവര് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ കൊടുക്കുന്ന, ആ സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളത്. നമ്മൾ ഓബ്വിയസ്ലി നിങ്ങൾ ഇതിലേക്ക് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് നമുക്ക് എല്ലാവരെയും എന്തായാലും സെലക്ട് ചെയ്യില്ല. നമുക്ക് ബേസിക് ആയിട്ട് ഒരു ബ്രാൻഡിനെ വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അത് വാങ്ങിയാൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്നുള്ള ഒരു ബ്രാൻഡ്സിനെയാണ് നമ്മളും കൂടുതൽ നോക്കുന്നത്. കാരണം അങ്ങനെ എടുത്താലേ നമുക്കും അതുപോലെ തന്നെ വരുന്ന ബ്രാൻഡ്സിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും എല്ലാവരും ഹാപ്പി ആവുള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേ ബ്രാൻഡ്സിനെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ല, ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ എങ്കിൽ, എന്താണോ എക്സിബിഷന് വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അപ്പോൾ ആ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഉടനെ റിപ്ലൈ കിട്ടണം എന്നില്ല, എന്താ വെച്ചാൽ കുറേ മെസ്സേജസ് വരും. ഓരോന്ന് ഞങ്ങൾക്ക് നോക്കി വേണം റിപ്ലൈ അയക്കാൻ. അപ്പോൾ എന്തായാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഉടനെ എല്ലാവരും എന്താ പറയുക, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ OHF ഫ്ലീ മാർക്കറ്റിന് ഓഗസ്റ്റ് 15th and 16th സാറ്റർഡേ സൺഡേ ആണ് എക്സിബിഷൻ. മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞില്ല, ഫുഡിന്റെ കാര്യം പറഞ്ഞില്ല. ഇത്തവണ ആക്ച്വലി ഞങ്ങൾ ഫുഡിലും കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇതുപോലത്തെ ഒരു സ്പേസ് കിട്ടിയുണ്ട്. സോ കഴിഞ്ഞ നമുക്ക് ബാക്കിൽ മാത്രമേ നമുക്ക് സ്പേസ് ഉള്ളായിരുന്നു. ഇത്തവണ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. സോ നമുക്ക് ആക്ച്വലി അവിടെ പെർമിഷൻ കിട്ടുവാണെങ്കിൽ ഞങ്ങളൊരു ചെറിയ ഡൈനിങ് സ്പേസ് വിത്ത് നല്ല കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് ഫുഡ് വെക്കാം. അപ്പോൾ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഫുഡിലേക്ക് നോക്കാമല്ലോ. സോ നല്ല ഫുഡ് നിങ്ങൾക്ക് കൊടുക്കുന്നവരാണെങ്കിൽ, അത് വളരെ ചെറിയ രീതിയിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിലും, അല്ലാതെ ഓബ്വിയസ്ലി നമുക്ക് ഇവിടെ ഉള്ള വലിയ ബ്രാൻഡ്സും കാണും. പക്ഷെ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഓൺട്രപ്രണേഴ്സ് ഉണ്ടെങ്കിലും, ചെറിയ കേക്ക്സോ പേസ്ട്രീസോ, എസ്പെഷ്യലി ഇവിടുത്തെ ലോക്കൽ സ്നാക്സ്, എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കേറ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും പ്ലീസ് ടു കോൺടാക്ട് ദിസ് നമ്പർ. വാട്സാപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക. വിൽ ഗെറ്റ് ബാക്ക് ഇൻ ടച്ച്. ആൻഡ് ഫുഡൊക്കെ ഞങ്ങൾ ആക്ച്വലി ടേസ്റ്റ് ചെയ്തിട്ട് വെക്കുള്ളൂ. സോ ഞങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ എങ്കിലും തരാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പിന്നെയും
വരും. നിങ്ങൾ അതെ കൊടുത്തയക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വീണ്ടും വരുന്നതായിരിക്കും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഫുഡിന്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരിക്കും. പ്രിയ ബാക്കിയുള്ള ഐറ്റംസിൽ എത്രയാണോ സ്ട്രിക്റ്റ് ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും. ആൻഡ് ഇതുവരെ നമ്മുടെ എക്സിബിഷനിൽ ഫുഡ് സ്റ്റോൾസിന് ആർക്കും ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. സോ ഫുഡിൻ്റെയും നമ്മൾ കുറച്ചധികം ബ്രാൻഡ്സിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വരും ഈ അടി കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഓണം ബേസ്ഡ് ആണ് OHF ഫ്ലീ മാർക്കറ്റ് വരുന്നത്, ഓണത്തിനോട് അടുപ്പിച്ചാണ്. അപ്പോൾ ഓണം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും കൂടി ആണെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്തായാലും നമ്മൾ ഈ ഡേറ്റ് പ്ലാൻ ചെയ്ത മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവധിയായിരിക്കും. August 15th എന്തായാലും അവധിയാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ് August 15th. അപ്പൊ എല്ലാവർക്കും അവധിയായിരിക്കും. ആൻഡ് ഓണത്തിന് അടുപ്പിച്ചുള്ള പെർച്ചേസസിന്റെ ടൈമും കൂടെ ആണല്ലോ. സോ ഭാഗ്യത്തിന് നമുക്ക് ആ ഡേറ്റ് തന്നെ ഇവിടെ സ്ഥലം കിട്ടി. ആൻഡ് അതിനൂടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് തൃശ്ശൂരായിരുന്നു. പക്ഷെ ഈ ടൈം അല്ലായിരുന്നു തോന്നുന്നു. ഇത് കറക്റ്റ് ടൈമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലൊക്കേഷന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാം, മെയിൻ ബീച്ച് കാലിക്കറ്റ് ബീച്ചിൽ തന്നെയാണ്. യു ഹാവ് ആംപിൾ പാർക്കിംഗ്. പിന്നെ ഇത്രയും AC ഇട്ട് തണുപ്പിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഫുഡ് അകത്തില്ലല്ലോ, അപ്പോൾ എത്ര തണുത്താലും കുഴപ്പമില്ല. അപ്പോൾ തണുപ്പ് പറ്റാത്തവർ കുറച്ച് ജാക്കറ്റ് ആയിട്ട് വന്നോ. പീപ്പിൾ ഷുഡ് ബി വെരി കംഫർട്ടബിൾ. അവരിവിടെ വന്ന് എത്ര ടൈം സ്പെൻഡ് ചെയ്താലും ഒട്ടും അൺകംഫർട്ടബിൾ ആവരുത്. അത് നമ്മുടെ ഒരു വളരെ വളരെ വലിയ പ്രയോറിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോൾസ് വരുന്നത് ഹാഫ് സ്റ്റോളും ഉണ്ട്, ഫുൾ സ്റ്റോളും ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇത് റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ സ്റ്റോൾ സ്പേസസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലേ ഔട്ട് കാണും, അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ട് വാട്സാപ്പിൽ കൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ്. ആൻഡ് ഓൾറെഡി നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രാൻഡ്സിനോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. സോ ഓൾറെഡി കുറച്ച് ബുക്കിംഗ്സ് വന്നിട്ടുണ്ട്, ബാക്കിയുള്ള കുറച്ച് സ്ലോട്ട്സും കൂടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ്സും എല്ലാ ഡേറ്റ്സും എല്ലാം കൺവീനിയന്റ് ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക. ഓണം സ്പെഷ്യൽ OHF ഫ്ലീ മാർക്കറ്റ് അതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാലിക്കറ്റ് ഹാസ് ഓൾവേസ് ബീൻ വൺ ഓഫ് അവർ മെയിൻ മാർക്കറ്റ്സ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് എറണാകുളം പോലെ തന്നെ കാലിക്കറ്റാണ്. സോ ഹോപ്പ്ഫുള്ളി നല്ല വെൻഡേഴ്സ് നമുക്ക് ഇത്തവണ പരിചയപ്പെടുത്താൻ പറ്റും. എക്സിസ്റ്റിംഗ് ആൾക്കാരുടെ ഇന്ന് കൂടുതൽ നല്ല പ്രോഡക്ട്സ് ഇത്തവണ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കസ്റ്റമേഴ്സിനും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബ്രാൻഡ്സ് കാണും. നമ്മുടെ ബാഗ്സ് ഫസ്റ്റ് ടൈം കാലിക്കറ്റ് ഹോങ്തായ് സ്റ്റോക്ക് അനുസരിച്ചിരിക്കും എന്തായാലും കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ ബാഗ്സ് ഫസ്റ്റ് ടൈം ഇൻ കാലിക്കറ്റ് നമ്മൾ ബാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ വെലോറ എന്ന് പറയുന്ന ബ്രാൻഡ് പുതിയ കളക്ഷൻസും വരും. സോ ഇത്തവണ നമ്മൾ ഓണം അടിച്ചു പൊളിക്കും കേട്ടോ. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പയ്യം വരും. പക്ഷെ ഇത്തവണ നമ്മുടെ മെയിൻ ഉദ്ദേശം ബ്രാൻഡ്സ് വുമൺ ഓൺട്രപ്രണേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ മറക്കണ്ട, താല്പര്യമുള്ളവർ ഈ അടി കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്യാം. എനിക്കവ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. സോ ഇത് ജസ്റ്റ് ഹാളിൽ കണ്ട എത്ര AC ആണെന്ന് കണ്ട. ഇവിടെ ഈ സൈഡ് മൊത്തം AC ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡും മൊത്തം AC ആക്കി. ആൻഡ് അടിയിൽ കംപ്ലീറ്റ് കാർപ്പറ്റഡ് ആണ്. അപ്പോൾ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഈ അടി കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ബിരിയാണിയും കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ഇല്ലാതെ പോകുമല്ലോ. പാരഗൺ തുടങ്ങിയിട്ടുണ്ട് പുതിയത്. ബിരിയാണി മേടിച്ചാലോ ആ സന്തോഷത്തില്, ഈ ഹാള് കണ്ട സന്തോഷത്തില് ഒരു എക്സ്ട്രാ ബിരിയാണി എൻ്റെ വക. ബിരിയാണി ബാക്കിയൊക്കെ ബില്ല് പ്രിയ കൊടുക്കും. ഒരു ബിരിയാണിയുടെ എക്സ്ട്രാ ഞാൻ തരും. ഓക്കെ, ഞാൻ അതെ, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ പേ ചെയ്തോളൂ. സ്റ്റാർബക്സ്, നമ്മുടെ ബീച്ചിന്റെ അടുത്തുള്ള സ്റ്റാർബക്സിന്റെ മുകളിൽ പാരഗൺ തുടങ്ങി. പക്ഷെ ഇവർക്ക് ഒരു സംഭവം, ഇപ്പൊ സമയം 3:10 എന്നിട്ടും റഷ് കണ്ടോ. നമുക്ക് പാർക്കിംഗ് ഒക്കെ ഇവിടെ ഭയങ്കര കുറവാണ്. അത് മാത്രമല്ല എനിക്കൊന്ന് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്, പാർക്കിംഗ് കുറവാണ്. പിന്നെ ബീച്ചിൽ എവിടെയെങ്കിലും ഇടേണ്ടി വരും. പാരഗണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ എക്സ്പെരിമെന്റേഷൻ ഒന്നും ഇല്ലല്ലോ, നേരെ ബിരിയാണി. ആക്ച്വലി പാരഗൺ ബിരിയാണി കഴിച്ചിട്ട് തന്നെ എനിക്കൊന്ന് ഇപ്പോൾ 1-2 വർഷമായിട്ടുണ്ട്. സോ പ്രിയ ഹാപ്പി ആയിരിക്കും. ബിരിയാണി കിട്ടിയില്ലെങ്കിൽ തീർന്നു, മൂഡ് ഓഫായി. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഇതുപോലെ ചൂടത്ത് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ കോംപ്ലിമെന്ററി ജ്യൂസ് കാണുന്നത്. ബിരിയാണിയുടെ മണം അടിക്കുന്നത് കണ്ട. ഓ കാലിക്കട്ടെത്തി. ഇപ്പോ സോറി മാം, ബിരിയാണി കഴിഞ്ഞു. സോറി മാം, ബിരിയാണി കഴിഞ്ഞു. എന്ത് രസമല്ലേ. എനിക്കൊന്ന് വൈകുന്നേരം ബീച്ച് വ്യൂ കാണും കേട്ടോ പ്രിയ. പ്രിയ സീറ്റിംഗ് ആണ്, പക്ഷെ ബ്യൂട്ടിഫുൾ സ്പേസ്, ഭയങ്കര നാച്ചുറൽ ലൈറ്റിംഗ് ഉണ്ട്. ബീച്ചാണ് തൊട്ടപ്പുറത്ത്. വൈകുന്നേരം നല്ല വ്യൂ ആയിരിക്കും. എന്ത് രസമായിരിക്കും വൈകുന്നേരം ഇവിടെ. ആ കഫേ വൈബ്, റെസ്റ്റോറൻറ്റിനെ കാട്ടി എനിക്കൊന്ന് ഏറ്റവും ആംബിയൻസ് ഉള്ള പാരഗൺ ഇത് തന്നെയാണ്. ആ അത് സത്യം.
അതെ, ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നിരിക്കുന്നത്, ഇത് തന്നെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അപ്പോൾ ഒരുപാട് ഡൈനിങ് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ OHF എക്സിബിഷൻ ഉണ്ടല്ലോ, ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ നടത്തുന്ന അവധിക്കാണ്, 15th and 16th. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അവധിയായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എൻജോയ് ചെയ്ത് ഷോപ്പിങ്ങും ചെയ്ത് കുറേ ആസ്വദിച്ച് കാലിക്കറ്റിൻ്റെ വൈബും എടുത്ത് പിന്നെ നമ്മളെ കണ്ടുകഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് സന്തോഷമാവുമല്ലോ അല്ലേ? അവിടുത്തെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വേണം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. സോ നമ്മുടെ എക്സിബിഷന് വേണ്ടി മാത്രമായിട്ട് അല്ലാതെ നിങ്ങളൊരു കാലിക്കറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് പോവാ, അത് സംഭവമായിരിക്കും. വന്ദേ ഭാരതം പിടിച്ചു വന്നാൽ മതി. ഇത് എന്ത് ഡ്രിങ്കാന്ന് ആര് ഗസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ. ആദ്യമേ കുടിച്ചു നോക്കട്ടെ ടേസ്റ്റ്. ഇറ്റ്സ് വെരി നൈസ്, എക്സ്ട്രീംലി റിഫ്രഷിങ്. ഇത് ഒരെണ്ണം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ടയേർഡ് ആണെങ്കിലും ഉണ്ടല്ലോ, എഴുന്നേറ്റ് ഓടും, നേരെ ബീച്ചിലേക്ക് ഓടും നിങ്ങൾ, എന്നിട്ട് വേണമെങ്കിൽ നീന്തും ചെയ്യും. അത്ര അടിപൊളി ഡ്രിങ്ക്. ഇവർ ഗസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ എന്ത് ഡ്രിങ്കാന്ന്. കുടിച്ചിട്ട് ഗസ്റ്റ് ചെയ്താൽ മതി. പ്രിയക്ക് ഒരു ഫുഡിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടാ. കറക്റ്റ്. കുടിക്ക്. തെറ്റായി ഗസ്റ്റ് ചെയ്യുന്നവര് ബില്ല് കൊടുക്കും. ഇനി പ്രിൻസ് കൊടുക്ക്. അതേ പറഞ്ഞ ഒരു ഐഡിയ ഇല്ല ഒന്നിനെ കുറിച്ചും. മാറ്റ് കൊടുക്ക്. ഇല്ല മതി ഇപ്പൊ. എത്ര നേരം ഇപ്പൊ ഇത്രയും ടൈമൊന്നും പറ്റില്ല. കൊടുക്ക്. എവിടെ അടുത്ത ആള്? ഉപ്പൊക്കെ ഉണ്ട്. കറക്റ്റ്. കണ്ട പ്രിൻസ്. ഓ പിന്നെ എവിടെ കേക്കും കേട്ടിട്ടൊന്ന് കുടിച്ചോ. മെയിൻ ആയിട്ട് ഐറ്റം ആണ് ചിക്കൻ പൊരിച്ചത്. പക്ഷെ ഇതില് ചെറിയൊരു 5 പീസ് 6 പീസേ ഉള്ളൂ. ഇത് 400 rupees. ബട്ട് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഞങ്ങൾ സ്ഥിരം ഓർഡർ ചെയ്തു. ഇതിന്റെ തന്നെ ഒരു ചെമ്മീൻ്റെ പ്രിപ്പറേഷനും ഉണ്ട്. ഇതൊരു ഫുഡ് വ്ളോഗ് ആയിട്ടല്ല കൺസിസ്റ്റ്. പക്ഷെ കാലിക്കട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ വ്ളോഗ്സിന്റെ കൂടെ ഫുഡ് വ്ളോഗ് വരും. എന്ത് ചെയ്യാനാ. സോ ചിക്കൻ ഫ്രൈ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റും മറ്റേ ഇതിൻ്റെ ആ ഒരു പൊടിയില്ലേ, അതെന്താ തേങ്ങാപ്പീരി അല്ല, ഒരു കരിവേപ്പില. ഭയങ്കര എനിക്ക് ഫ്ലേവർ എന്താണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അഡിക്റ്റീവ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് മാജിക്കൽ ഹൗ പാരഗൺ ഡസ് ദിസ് അല്ലേ. എത്ര ബ്രാഞ്ച് തുടങ്ങിയാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗുഡ് ക്വാളിറ്റി ഗുഡ് സർവീസിൽ കൊടുക്കുന്നത്. എന്താ ടേസ്റ്റ് ഇത്, കഴിച്ചു നോക്കൂ പ്രിയ. ഭയങ്കര ടേസ്റ്റ്. ഇതിൻ്റെ ഈ പൊടി മാത്രമായിട്ട് നമുക്ക് പറക്കി കഴിക്കാം. എന്തൊരു ടേസ്റ്റാണ്. പപ്പടം വന്നിട്ടുണ്ട്, ആർക്കും കിട്ടില്ല കേട്ടോ ആദ്യമേ എടുത്തില്ലെങ്കിൽ. പിന്നതെ പിക്കിള്, ചമ്മന്തി വന്നു. ആഹാ, നല്ലൊരു ഫീലിംഗ്. ആ ചൂട് ബിരിയാണി ആ പ്ലേറ്റിൽ നിന്ന് നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ ആവി പറന്ന് അതിൻ്റെ മണം നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഉള്ള സുഖം ഉണ്ടല്ലോ. ഓ അതെ, കട്ടം കാറ്റത്ത് ഇങ്ങനെ മാറ്റുന്ന പോലെയാണ് പുക എങ്ങനെ കറക്റ്റ് കോമ്പിനേഷൻ. സംഭവം കേട്ടോ. ടേസ്റ്റിന്റെ റിവ്യൂവിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പാരഗൺ അത്ര ഒറ്റ വാക്ക് അല്ലേ. റിവ്യൂ പറയാല്ല, ഒറ്റ ഉദ്ദേശമുള്ളൂ, നിങ്ങളെ ഒന്ന് ബിരിയാണി കൊതിപ്പിക്കുക. സോ ബിരിയാണി, നല്ല പൂ പോലത്തെ ചോറ്, നല്ല വെന്ത ചിക്കൻ, കുറച്ച് ചമ്മന്തി വേണമെങ്കിൽ, പിന്നെ കുറച്ച് നല്ല കിടിലം പിക്കിള് എടുത്തു എല്ലാം ഉണ്ട്. എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ബൈറ്റ്. ഇത് കണ്ടിട്ട് കൊതി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ അപാര ശക്തിയുണ്ട് കൺട്രോൾ ചെയ്യാൻ അല്ലേ. ഡാഡിക്ക് ഇപ്പൊ ബിരിയാണി വേണമെന്ന് പറയും ചിലപ്പോ. ബിരിയാണി കൊതി വന്നില്ല, നിങ്ങള് കാണിച്ചില്ല എങ്കിൽ അതെ ഭയങ്കര പവർ. അതെ, ഒന്നും കൂടെ ഒരു ചോക്ലേറ്റ് കേക്ക് എടുക്കാൻ പറഞ്ഞു. ചോക്ലേറ്റ് മാജിക്, ബട്ട് ദിസ് ഇസ് ലുക്കിംഗ് ആക്ച്വലി ലൈക്ക് മാജിക്. കേക്കാണോ ഫുള്ളി ചോക്ലേറ്റ്? അതാണ് ഞാൻ നോക്കുന്നത്. കേക്കാണോ ഫുള്ളി ഒരു ചോക്ലേറ്റ്
എന്താ പറയുന്നത്, ഒരു ഫഡ്ജ് കേക്ക് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ടേസ്റ്റ് നോക്കട്ടെ, ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഓ ഒന്നും പറയില്ല, മസ്റ്റ് ട്രൈ. ഓബ്വിയസ്ലി എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. ബട്ട് ട്രൈ ദിസ് ചോക്ലേറ്റ് മാജിക് ഗൈസ്. ഇറ്റ്സ് സോ ഗുഡ്, സോ ചോക്ലേറ്റി. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ചോക്ലേറ്റ് ഫുള്ളി ഫഡ്ജും ഇടയ്ക്ക് ലെയേഴ്സ് ഓഫ് കേക്കുമാണ്. ബ്യൂട്ടിഫുൾ ഡിസേർട്ട്. ഓ പ്രിയ അത് ചോക്ലേറ്റ് കേക്ക് കഴിച്ചില്ല കേട്ടോ ബിക്കോസ് ഓഫ് ദിസ്. അത് കുലുങ്ങുന്നുണ്ടോ നോക്കട്ടെ. അത്രയൊന്നും കുലുക്കണ്ട, എല്ലാം കൂടെ വീടുണ്ടോ കുലുങ്ങി. നീ എടുത്ത് കഴിച്ചോ? തന്റെ കോക്കനട്ട് പോരാ, തന്നേക്ക്. അത് തീരാറായി. എക്സ്പ്രഷൻ വൈസ് എത്ര പോരായിരുന്നു. അതെ ശരിയാവുന്നില്ല. വാട്ടർമെലന്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അവരെന്തിനാ മുകളിൽ വാട്ടർമെലൻ ഇട്ട്? തേങ്ങ കൊത്താണ് വേണ്ടത്. അതെ അഡ്വൈസ് കൊടുക്കാം. പറഞ്ഞു തരാൻ ഞാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അതാ പറഞ്ഞേ, എനിക്ക് വാട്ടർമെലൻ ഇഷ്ടം. അതാ ആണോ? അപ്പൊ എനിക്ക് അത് എങ്ങനെ മാറ്റി വെച്ചിട്ട് കഴിക്കും. സാറ്റിസ്ഫൈഡ് ആയില്ലേ? വലിയ റേറ്റും ഇല്ല, എല്ലാം കൂടെ 1800. ബിരിയാണി, ചിക്കൻ, ഡ്രിങ്ക്സ്, 2 ഡെസേർട്ട്. ടെൻഡർ കോക്കനട്ട് 90 റുപ്പീസേ ഉള്ളൂ. ആ ഭയങ്കര അഫോർഡബിളാ. ചോക്ലേറ്റ് അത് ഫ്ലവർലെസ്. അതാ മൈദ മാവ് ഒന്നും ഇല്ല, കേക്ക് ഇല്ല അതില്. പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്നും കൂടെ കഴിക്കണം. ഇന്ന് ഞാൻ അത്രയും പ്രിപ്പയർഡ് ആയിരുന്നില്ല. വാ ഞാൻ അടുത്ത സ്ഥലത്തേക്ക്. കാലിക്കട്ട് വന്ന ഒരു അല്ല, നമ്മളൊന്നും കഴിക്കേണ്ട. ഡയറ്റ് എവിടെയാണെങ്കിലും കാലിക്കട്ട് വന്നാൽ പോവും. വേറെ എവിടെ പോയാലും കുഴപ്പമില്ല. എന്തൊക്കെ ഇനി വരണ്ട. എനിക്ക് കാലിക്കട്ട് വന്നാലേ ഇവിടെ വന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം. വേറെ എന്തോരം സ്ഥലങ്ങളുണ്ടെന്ന് അറിയോ? പക്ഷെ ഇവിടെ വന്നേ പറ്റൂ. പ്രിയക്ക് ആംബിയൻസ് ഇവിടെ വന്ന് റിലാക്സ്. എറണാകുളത്തല്ല, നമ്മള് എബ്രോഡ് പോയിട്ടില്ല. ഇല്ല, ഏറ്റവും കൂടുതൽ സ്റ്റാർബക്സ് ഉള്ള എവിടെയാണെന്ന് അറിയോ? ചൈനയിലാ. അവിടെ കൂടെ നമ്മൾ പോയിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞ സ്റ്റാർബക്സ് കാലിക്കറ്റ് മാത്രം. അത് ഇതാണ് ബീച്ച് സൈഡ് ആയതുകൊണ്ട് മാത്രം. ബീച്ചിലേക്ക് അതും ഇല്ല. ബീച്ചിന്റെ സൈഡിൽ വെയിലത്ത് പോലും പോയിരിക്കില്ല, അകത്ത് AC ഇരുന്ന് ബീച്ച് കാണും. അതാണ് ഫീൽ കിട്ടും നമുക്ക്. എനിക്ക് ഒന്നും ഓർഡർ ചെയ്തില്ലെങ്കിലും വേണ്ട. അന്നൊന്നും ഓർഡർ ചെയ്യുന്നില്ല കേട്ടാ. അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മള് കാലിക്കറ്റിലെ ബീച്ചിൽ വെച്ച് ജസ്റ്റ് എൻജോയിങ് ദിസ്. ശരിക്കും എന്തൊരു ഭാഗ്യമെന്ന് അറിയാം കാലിക്കറ്റിലെ. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റണ്ണിങ് ബീച്ചസ് ആൻഡ് ദ സൺസെറ്റ്സ് വൺ ക്യാൻ വിസിറ്റ്. കൊച്ചിയിലെ ബീച്ച് ഉണ്ടെങ്കിലും യു കനോട്ട് ജസ്റ്റ് കമ്പയർ ദ വൈബ് ആൻഡ് ദ ക്ലെൻലിനെസ് ആൻഡ് ദ എന്താ പറയുക ഫീൽ ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ബീച്ച്. ഞങ്ങളുടെ ഡ്രിങ്ക്സ് വന്നു, എല്ലാം ബിഗ് സൈസാണ്. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെ ലോ കാലറി. പ്രിയയുടെ നോക്ക്, പ്രിയയുടെ നോക്കിക്കോ. പ്രിയയുടെ ഹ്യൂജ് വിത്ത് എക്സ്ട്രാ വിപ്ഡ് ക്രീം ആൻഡ് ചോക്ലേറ്റ് ആണ് പ്രിയയുടെ നമ്മൾ എടുക്കുന്നത്. എന്തേ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ലവ് തരുവാ ഞാൻ. പോരെ കൊല്ലല്ലേ ഒരു ജീവിതമുണ്ട്. ഒരു തവണ ഇത് ഷുഗർ ഇല്ലാത്ത കുടിച്ചോണം. എന്തായാലും ഇതും ബ്യൂട്ടിഫുൾ സൺസെറ്റും. ഈ പടക്കം പൊട്ടിക്കാനുള്ള ശക്തി ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്റെ പേറ്റിക്കല്ല, താഴെ എറിയ. ഇതൊരു 5 എണ്ണം വേദുവിന് വാങ്ങിക്കൊണ്ട് പോകാം കേട്ടാ, അവന് ഇഷ്ടപ്പെടും. എന്തായാലും കാലിക്കറ്റ് ബീച്ചിലും കൂടെ ഒന്ന് നടന്നിട്ട് നമ്മൾ റൂമിൽ പോകാൻ വിചാരിച്ചു. ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. സന്തോഷമുണ്ട്. ഭയങ്കര ക്രൗഡഡ് ആണ് കാലിക്കറ്റ് ബീച്ച് ആസ് യൂഷ്വൽ. പക്ഷെ എന്നാലും ലുക്ക് അറ്റ് ദിസ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ക്ലെൻലിനെസ്, വൃത്തിയുടെ വ്യത്യാസം നോക്ക്. അതാണ് നമ്മുടെ കേരളം.